ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കലമത്തു തൗഹീദ് ഇത് പൂർണ്ണമായി വിശ്വസിച്ചു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി വിശ്വസിച്ചു. ഏതാണ് നേരമായ മാർഗം? വിശ്വാസമാണ് ആദ്യമായിട്ട് വേണ്ടത്. തവക്കലിനെ പറ്റിയിട്ടുള്ള തർക്കം ഇതുവരെ ഇല്ല. ഞമ്മക്കും തവക്കലിനെ പറ്റിയിട്ടുള്ള തർക്കമില്ല. ഇബ്ലീസിനും കൂടി തവക്കലിനെ പറ്റിയിട്ടുള്ള തർക്കമില്ല. ഇബ്ലീസു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയവനാണ്. മൗലാന മൗദൂദിനെക്കാട്ടും അധികം നിസ്കരിച്ചവൻ ഇബ്ലീസാണ്. അതിൽ ആർക്കും ഒരു സംശയം വേണ്ട. പക്ഷെ തർക്കം വന്നതെവിടെ? ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞോ? അത് പറ്റൂല. ഇവിടെയാണ് തർക്കം തുടങ്ങിയത്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അൻവാറുൽ ഹുദ, സന്മാർഗത്തിന്റെ പ്രകാശങ്ങൾ, വെളിച്ചങ്ങൾ, കിരണങ്ങൾ എന്ന പേരിൽ ഇവിടെ ആരംഭിച്ച, ഇപ്പോൾ സ്ഥാപനത്തിന് തറക്കല്ലിട്ട ഈ സംരംഭം അല്ലാഹു ഏറ്റെടുത്ത് നമുക്ക് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ഉസ്താദ് അവറുകൾ ആണ്. ഞാൻ അവിടുത്തെ ഖാദിമ് എന്ന നിലക്ക് ഉള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അതേസമയം നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുകയും അല്ലാഹു നമുക്ക് വിജയിപ്പിച്ചു തരികയും ചെയ്യണം. അതിനുവേണ്ടി പ്രാർത്ഥന നടത്തുക എന്നതാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന രാജാവാണ്. അടിമകൾ ചോദിച്ചാൽ ഉത്തരം നൽകുന്നവനാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പല സ്ഥലത്തും ആവർത്തിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅ. എന്റെ അടിമ അങ്ങയോട് ചോദിച്ചാൽ നബിയെ താങ്കൾ പറയുക, ഇന്നി ഖരീബുൻ, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവന് ഉത്തരം നൽകുന്നവനാണ്. ഇത് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ ആരുടെ പ്രാർത്ഥനക്കാണ് അല്ലാഹു ഉത്തരം ചെയ്യുന്നത് എന്ന് മറ്റൊരു സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. ഖുർആൻ പറയുന്നു, അവിശ്വാസികളായ ആളുകൾ അവരുടെ ദുആ അത് ഫലവത്തല്ല, അത് വലാലാണ്, അത് ഫലവത്തല്ല എന്ന് ഖുർആൻ പറയും. അപ്പോൾ പിന്നെ ആരുടെ ദുആക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലം നൽകുന്നത്? ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب شديد. الله سبحانه وتعالى يقبل التوبة عن عباده. അവന്റെ അടിമകൾ അവരുടെ വിവരദോഷം കൊണ്ടോ ദൗർബല്യം കൊണ്ടോ പൈശാചികമായ പ്രവർത്തനങ്ങൾ പിശാചിന് അടിമപ്പെട്ടുകൊണ്ടോ വല്ല തെറ്റുകളിലും പെട്ടുപോയാൽ ആ തെറ്റ് ചെയ്തു പോയ ആളുകൾ നിരാശപ്പെട്ട് അവർ പിഴവുകളിലേക്കും അവിശ്വാസങ്ങളിലേക്കും നീങ്ങേണ്ടവർ അല്ല, മറിച്ച് അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് അല്ലാഹുവിനോട് അവർ ഖേദിച്ചു മടങ്ങിയാൽ
വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. അല്ലാഹു അവന്റെ അടിമകളിൽ നിന്ന് അവരുടെ മനസ്സിന്റെ ഉള്ളറിഞ്ഞുകൊണ്ടുള്ള ഖേദം, അങ്ങനെയുള്ള തൗബ സ്വീകരിക്കുന്നവനാണ് അല്ലാഹു തആല. അവൻ ക്രൂരനല്ല, അവൻ ഭീകരനല്ല, അവൻ അർഹമുർ റാഹിമീനാണ്, അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്ന രാജാവാണ്. നേരത്തെ ഇവിടെ ഉസ്താദുമാര് ഓർമ്മിപ്പിച്ചതുപോലെ, നമ്മുടെ CM ഇബ്രാഹിം സാഹിബ് പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകത്തുള്ള മുസ്ലിമിനും അമുസ്ലിമിനും മലക്കുകൾക്കും മനുഷ്യർക്കും ജിന്നുകൾക്കും കഴിഞ്ഞുപോയവർക്കും വരുന്നവർക്കും ഇപ്പോഴുള്ളവർക്കും ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും എല്ലാറ്റിനും ആവശ്യമായ കാര്യങ്ങൾ അതാത് സന്ദർഭങ്ങളിൽ കൊടുത്തുകൊണ്ട് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന രാജാവാണ് അല്ലാഹു തആല. മുസ്ലിമീങ്ങൾക്ക് മാത്രം കൊടുക്കുന്നവൻ അല്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രം അനുഗ്രഹം ചെയ്യുന്നവൻ അല്ല, എല്ലാവർക്കും ഈ ഭൂമിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയും അതേ അവരെ പോറ്റി വളർത്തുകയും ചെയ്യുന്നവനാണ് അല്ലാഹു ജല്ല ജലാലുഹു. അവൻ ഈ ലോകത്ത് സൃഷ്ടിച്ചു വെച്ച ഓക്സിജൻ അത് മുസ്ലിങ്ങൾക്ക് നൽകുന്നത് പോലെ അമുസ്ലിങ്ങൾക്കും അല്ലാഹു നൽകുന്നു. അവൻ ഇവിടെ വെച്ച ഭക്ഷണം മുസ്ലിങ്ങൾക്ക് നൽകും പോലെ അമുസ്ലിങ്ങൾക്കും നൽകുന്നു. അവൻ ഇവിടെ വെച്ച വെള്ളം മുസ്ലിങ്ങൾക്ക് നൽകുന്നത് പോലെ അമുസ്ലിങ്ങൾക്കും നൽകുന്നു. ആരോഗ്യം അവൻ എല്ലാവർക്കും നൽകുന്നു. കണ്ണിന്റെ കാഴ്ചയും കാതിന്റെ കേൾവിയും അതേ നാവിന്റെ സംസാരവും കൈയിന്റെ ശക്തിയും കാലിന്റെ കഴിവും അങ്ങനെ തുടങ്ങി അല്ലാഹു ജല്ല ജലാലുഹു എല്ലാവർക്കും കൊടുക്കുന്ന രാജാവാണ് റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനല്ലാഹ് വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്. അവനെ അംഗീകരിക്കുകയും അവനെ അനുസരിക്കുകയും അവൻ തന്ന നിയമപ്രകാരം ജീവിക്കുകയും ചെയ്യുന്നതിന് പകരം അവൻ കൊടുത്ത കണ്ണുകൊണ്ട് ഒരാൾ അവൻ അനുവദിക്കാത്തത് നോക്കിയാൽ, അവൻ കൊടുത്ത കാതുകൊണ്ട് അനുവദിക്കാത്തത് കേട്ടാൽ, അവൻ കൊടുത്ത കൈകൊണ്ട് അനുവദിക്കാത്തത് പിടിച്ചാൽ, അവൻ കൊടുത്ത കാലുകൊണ്ട് അല്ലാഹു അനുവദിക്കാത്തതിലേക്ക് നടന്നുപോയാൽ, അവൻ കൊടുത്ത മനസ്സിൽ അവൻ കൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസിക്കാതെ മറ്റ് വിശ്വാസങ്ങളിലേക്ക് നീങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ അവൻ കൊടുത്ത വയറ്റിൽ അവൻ അനുവദിക്കാത്തത് കുടിച്ചാൽ, അവൻ കൊടുത്ത നാവ് കൊണ്ട് അനുവദിക്കാത്തത് സംസാരിച്ചാൽ, അങ്ങനെ തെറ്റ് ചെയ്തു പോയ മനുഷ്യൻ ആ തെറ്റിൽ നിന്ന് മാറി അവന്റെ വിശ്വാസം ക്ലിയറാക്കി അവന്റെ കർമ്മം നന്നാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ഇനിമേലിൽ തെറ്റ് ചെയ്യുകയില്ലെന്ന് ഉറപ്പിച്ച് തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് മാറി ശരിയായ വിശ്വാസത്തിലേക്ക് വന്ന് അങ്ങനെ ഒരു മനുഷ്യൻ തെറ്റു തിരുത്തി അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് ഖേദം സ്വീകരിക്കുന്ന രാജാവാണ്. വയഅഫു അനിസ് സയ്യിആത്, തെറ്റ് ചെയ്തു പോയവർക്ക് മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. അങ്ങനെ മാപ്പ് കൊടുക്കുന്ന രാജാവാണ് അല്ലാഹു. അവൻ ക്രൂരനല്ല, അവൻ ഭീകരനല്ല, അവൻ ഇവിടെ വർഗീയത പഠിപ്പിക്കുന്നില്ല, അവൻ ഇവിടെ ഭീകരത പഠിപ്പിക്കുന്നില്ല, ഒരു മതക്കാരനും തമ്മിൽ അടിക്കണമെന്ന് പറയുന്നില്ല, പരസ്പരം ചീത്ത പറയണമെന്ന് പറയുന്നില്ല, പരസ്പരം തെറി പറയണമെന്ന് കൽപ്പിക്കുന്നില്ല. മറിച്ച് മനുഷ്യൻ മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് സംസ്കാര സമ്പന്നനായി എല്ലാ ജനങ്ങൾക്കും ഗുണം ചെയ്യുന്നവനായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മ ചെയ്യുന്നവനായി ഏത് മൃഗങ്ങളോടും കാരുണ്യം കാണിക്കുന്നവനായി ഏത് ജന്തുക്കളോടും അതാ അനുഗ്രഹം കാണിക്കുന്നവനായി ലോകത്ത് നന്മ ചെയ്യുന്നവനായി ജീവിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. അതിനെതിരായി വല്ലതും വന്നുപോയെങ്കിൽ ആ വന്നുപോയ മനുഷ്യൻ മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങിയാൽ അവൻ സ്വീകരിക്കുന്നവനാണ്, ആട്ടി ഓടിക്കുന്നവനല്ല, അവൻ ഭീകരനല്ല, അവൻ ക്രൂരനല്ല. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്.
പക്ഷേ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഖേദം, തെറ്റ് ചെയ്തു പോയതിലുള്ള ഖേദം, തെറ്റായ വിശ്വാസത്തിൽ പെട്ടുപോയതിലുള്ള ഖേദം, ആ ഖേദം ആത്മാർത്ഥമാണോ അല്ലേ? പിന്നീട് അവന്റെ പ്രവർത്തനം എന്താണ്? അതെല്ലാം നന്നായി അറിയുന്നവനാണ് അല്ലാഹു ജല്ല ജലാലുഹു. വയഅലമു മാ തഫ്അലൂൻ, നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെയും അറിയുന്നവനാണ് അല്ലാഹു ജല്ല ജലാലുഹു. ഈ ബോധം നമ്മുടെ മനസ്സിലെപ്പോഴും വേണം. ഈ കഴിഞ്ഞ റമദാനിലാണെന്ന് ഞാൻ ഓർക്കുന്നു, കർണാടക സ്റ്റേറ്റിൽ നിന്ന് എനിക്കൊരാൾ ടെലിഫോൺ ചെയ്തു. അദ്ദേഹം ചോദിച്ചത് എന്താണ്? പ്രസവിച്ച ഉടനെ കുട്ടിയുടെ ചവിട്ടിൽ ബാങ്ക് കേൾപ്പിക്കുന്ന പതിവുണ്ട്. അല്ലാഹു അക്ബർ. അങ്ങനെ കേൾപ്പിക്കുന്നതിന് സഹീഹായ ഹദീസ് തെളിവുണ്ടോ? ചോദ്യം. ഞാൻ പറഞ്ഞു, അങ്ങനെ കേൾപ്പിക്കാൻ പാടില്ല എന്നതിന് സഹീഹായ ഹദീസ് തെളിവുണ്ടോ? കാരണം പ്രസവിച്ച ഉടനെ തന്നെ ഒരു കുട്ടിന്റെ ചവിട്ടിൽ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് ഇത് കേൾപ്പിച്ചാൽ എന്ത് കുഴപ്പാ വരിക? അതിനൊരു തർക്കം വലിച്ചേണ്ട ആവശ്യമുണ്ടോ ഈ മുസ്ലിം സമുദായത്തിൽ? നിങ്ങളൊന്ന് ആലോചിച്ചു. ആദ്യം തന്നെ കുട്ടി കേൾക്കുന്ന വാചകം അല്ലാഹ്. അതിനേക്കാളപ്പുറം കേൾപ്പിക്കാൻ പറ്റുന്ന വാചകം ഏതാണ്? അതിനേക്കാൾ കേൾപ്പിക്കേണ്ട പേര് ഏതാണ്? അതിനേക്കാൾ മഹത്വമുള്ളൊരു വചനം ഏതാണ്? അല്ലാഹ്. ഞാൻ വേദനയോടെ പറയുകയാണ്, മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സദാചാരങ്ങൾ, ആ സദാചാരങ്ങളെ മുഴുവനും ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന ചില ആളുകൾ ഇല്ലേ? അവര് മുസ്ലിങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരല്ലേ? ചോദിക്കട്ടെ, പ്രസവിക്കപ്പെട്ട ഉടനെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ആവർത്തിച്ച് അല്ലാഹുവിന്റെ പേര്, അവന്റെ മഹത്വം അറിയിക്കുന്ന പേര്, അതുൾക്കൊള്ളുന്ന ബാങ്ക് വലതു ചവിട്ടിലും അതേ ഇഖാമത്ത് ഇടതു ചവിട്ടിലും കേൾപ്പിക്കൽ സുന്നത്താണെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറയുന്നുണ്ട്. ലോകത്തുള്ള പണ്ഡിതന്മാരെല്ലാം അത് രേഖപ്പെടുത്തുന്നുണ്ട്. മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ അത് നടക്കുന്നുണ്ട്. അത് കേൾപ്പിക്കുന്നത് മുടക്കാൻ വേണ്ടി തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് വാസ്തവത്തിൽ സതുദ്ദേശമാണോ? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനിപ്പോൾ അതിന്റെ തെളിവുകളിലേക്ക് കടക്കുന്നില്ല. അല്ലാഹു അക്ബർ. ആദ്യം തന്നെ കേൾപ്പിക്കുന്ന വാചകം അല്ലാഹു വലിയവനാണ്. അത് തന്നെയല്ലേ പിന്നെ പള്ളിയിൽ വെച്ചും 5 സമയവും ലോകത്തുള്ള മുഴുവൻ ആളുകളും കേൾക്കുന്ന വിധത്തിൽ വിളിച്ചു പറയുന്നത് അല്ലാഹു അക്ബർ. പള്ളിയുടെ പ്രസിഡന്റ് വലിയ ആളാണെന്നല്ല, പള്ളിയിലെ മുസ്ലിയാർ വലിയ ആളാണെന്നല്ല, ജമാഅത്തിന്റെ പ്രസിഡന്റ് വലിയ ആളാണെന്നല്ല, എല്ലാ പള്ളിയിലും വിളിച്ചു പറയുന്നത് ഒരു മുസ്ലിമിനും അമുസ്ലിമിനും ഒരു ഹിന്ദുവിനും ഒരു ക്രിസ്തുവിനും ആർക്കും തർക്കത്തിന് അവകാശമില്ലാത്ത ഒരാശയം ലോകം മുഴുക്കി സൃഷ്ടിച്ച, ആകാശങ്ങളെ സൃഷ്ടിച്ച, ഭൂമികളെ സൃഷ്ടിച്ച, സസ്യങ്ങളെ സൃഷ്ടിച്ച, മത്സ്യങ്ങളെ സൃഷ്ടിച്ച, മൃഗങ്ങളെ സൃഷ്ടിച്ച, ചെറിയ ഉറുമ്പുകൾ മുതൽ കാനകൾ വരെ, ചെറിയ പരലുകൾ മുതൽക്ക് തിമിംഗലങ്ങൾ വരെ സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന അല്ലാഹു വലിയവനാണ്. എന്തൊരു വിനയത്തിന്റെ ഭാഷയാണത്! ആരുടെയും മുന്നിൽ മുസ്ലിമിന് അഹങ്കാരമില്ല. നാം ഒരിക്കലും അഹങ്കരിക്കാൻ വകുപ്പുമില്ല. സഹോദരന്മാരെ, ആ അല്ലാഹു ജല്ല ജലാലുഹു തന്നെയാണ് ഇവിടെ എല്ലാവർക്കും എല്ലാം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വർഗീയതയോ ഭീകരതയോ തീവ്രവാദമോ മുസ്ലിങ്ങളിൽ ഉണ്ടാകാൻ വകുപ്പില്ല. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹു നമ്മോട് പറയുന്നു, നിങ്ങൾ തെറ്റ് ചെയ്തു പോയവരാണോ? നിങ്ങൾ അതാ എന്റെ അടിമകൾ, നിങ്ങൾക്ക് അവൻ മാപ്പ് തരുന്നവനാണ്. പക്ഷേ മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങണം. ആദ്യമായി തന്നെ നിങ്ങളോടും എന്നോടും പറയാനുള്ളത്, നാം ഈ സമ്മേളനം കഴിഞ്ഞങ്ങ് തിരിച്ചു പോയാൽ
പോരാ, പോകുന്ന സമയത്തൊന്ന് കഴുകി വൃത്തിയായി പോകണം. കഴുകുന്നത് മുഖമല്ല, കഴുകുന്നത് തലയല്ല, കഴുകുന്നത് ശരീരമല്ല, കഴുകേണ്ടത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വേണം. അല്ലാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അല്ല മാത്രമേ തടയുന്നവനുള്ളൂ, ആ അല്ലാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. ആ രാജാവിന്റെ ഭൂമിയിൽ അവന്റെ വെള്ളം കുടിച്ചവന്റെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന നാം, ആ അല്ലാഹു നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നു, അവൻ നമ്മുടെ പരസ്യങ്ങൾ അറിയുന്നു, അവനെല്ലാം അറിയുന്നു. ആ രാജാവിന്റെ മുമ്പിൽ നമ്മുടെ മനസ്സൊന്ന് ക്ലിയറായി തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം. അതല്ലേ മുൻഗാമികളായ മഹാന്മാരുടെ പവർ, അവരുടെ മനസ്സാണ് ക്ലിയറായത്. ആ മനസ്സിന്റെ സംശുദ്ധിയിലൂടെ അവർ മറ്റുള്ളവരെ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് ആരുമറിയാതെ ക്ഷണിച്ചു. അവര് ക്ഷണിഞ്ഞു, അവര് സ്വീകരിച്ചു. ചെറിയൊരു ഉദാഹരണം പറയുന്നു. തൊട്ടടുത്തുള്ള പള്ളി ഹനഫി പള്ളിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇമാമുൽ അഅ്ളം വൽ അഖ്ദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഹനഫി മദ്ഹബിന്റെ നേതാവ്, ഹനഫി മദ്ഹബിന്റെ ഇമാമ്, നമ്മുടെ എല്ലാം ആദരണീയരായ നേതാവ് ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വനഫഅന അല്ലാഹു ബിഹി ഫിദ്ദാറൈൻ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ച് കർമ്മപരമായ വിഷയങ്ങൾ ചെയ്യുന്ന ഒരു പാവപ്പെട്ട അനുയായിയാണ് ഞാൻ. പക്ഷേ എന്റെ നേതാവ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഹിജ്റ 150 വർഷം ജനിക്കുമ്പോൾ അതേ വർഷത്തിൽ വഫാത്തായ മഹാനാണ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്. മഹാനവറുകളെ മഖ്ബറയിലേക്ക് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ബറക്കത്തിന് വേണ്ടി പോകാറുണ്ട്, സിയാറത്ത് ചെയ്യാറുണ്ട്. അവിടുന്ന് പറയാറുണ്ട്, ഞാൻ അബൂ ഹനീഫ തങ്ങളെ ബറക്കത്തെടുക്കാൻ അവിടുത്തെ മഖ്ബറയിലേക്ക് പോകുന്നു. അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അൽ ഫുഖഹാഉ കുല്ലുഹും ഇയാലു അബീ ഹനീഫ. ലോകത്തുള്ള മുഴുവൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും എല്ലാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കുഞ്ഞു കുട്ടികളാണ്, ആശ്രിതന്മാരാണ്. ആ നിലയ്ക്ക് ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാമുൽ അഅ്ളം വൽ അഖ്ദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഒരു മജൂസി, ഒരു അമുസ്ലിം സഹോദരൻ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് കടം ചോദിച്ചു, ഒരു സംഖ്യ കടം ചോദിച്ചു. ആ മജൂസിക്ക് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കടം കൊടുത്തു. അല്ലേ, ഇസ്ലാം സൗഹാർദ്ദത്തിന്റെ മതമാണ്, വർഗീയതയുടെ മതമല്ല. മജൂസിയായ മനുഷ്യൻ അദ്ദേഹത്തിന് കടം കൊടുത്തു. ആര്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. കടം കൊടുത്തപ്പോൾ അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി കഴിഞ്ഞിട്ടും ഈ മജൂസി സംഖ്യ തിരിച്ചു കൊടുത്തില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സംഖ്യ ആവശ്യം വന്നു. അപ്പോൾ ആ മജൂസിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തോട് പണം ചോദിക്കാൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സമീപത്തെത്തിയപ്പോൾ, സഹോദരന്മാരെ ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ മജൂസിയുടെ അടുക്കൽ കടം വാങ്ങിയ സംഖ്യ ചോദിക്കാൻ വേണ്ടി പോയി. മജൂസിയുടെ വീട്ടിന്റെ സമീപത്തെത്തിയപ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നടക്കുന്ന സമയത്ത് ചെരിപ്പ് കൊണ്ട് നജസിൽ ചവിട്ടിപ്പോയി, മാലിന്യം ചവിട്ടിപ്പോയി. മാലിന്യത്തിൽ ചവിട്ടിപ്പോയപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാല് കുടഞ്ഞു. സ്വാഭാവികമായും ആരും കാല് കുടഞ്ഞു പോകും. കാല് കുടഞ്ഞു. ആ കാല് കുടഞ്ഞപ്പോൾ ചെരുപ്പിന്റെ മേലെയുള്ള നജസ് ആ മജൂസിയുടെ അമുസ്ലിം സഹോദരന്റെ വീട്ടുവളപ്പിന്റെ മതിലിൽ പോയി തെറിച്ചു. വീട്ടിന്റെ മതിലിനല്ല, വീട്ടുവളപ്പിന്റെ മതിലിൽ പോയി തെറിച്ചു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് ബേജാറായി. എന്തിനാണ് ബേജാറാകുന്നത്? എന്റെ കാല് കുടഞ്ഞപ്പോൾ ഒരു അമുസ്ലിം സഹോദരന്റെ മതിലിന്റെ മേൽ നജസ് തീർച്ചല്ലോ, അത് വൃത്തിയാക്കൽ എന്റെ ബാധ്യതയല്ലേ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അത് വൃത്തിയാക്കാൻ വേണ്ടി ചിന്തിച്ചു. പക്ഷേ അത് ചുരണ്ടിയാൽ അതിന്റെ തേപ്പ് ഇളകിപ്പോകും, അത് കഴുകിയാൽ പെയിന്റ് നീങ്ങിപ്പോകും. ഇതെങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്നതിൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ അങ്ങനെയാണ്. അവർ ഒരു മുസ്ലിമിനും അമുസ്ലിമിനും ശല്യം ചെയ്യൂല.
അവർക്ക് അല്ലാഹുവിന്റെ ഭയമാണ്. മഹാനവറുകൾ മജൂസിയുടെ വീട്ടിന്റെ ഗേറ്റിന് പോയി മുട്ടി. ഗേറ്റിന് മുട്ടിയപ്പോൾ മജൂസി ഇറങ്ങി വരുമ്പോ തീയിനെ ആരാധിക്കുന്ന ആളാണ് മജൂസി, അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളല്ല. ഈ അമുസ്ലിം സഹോദരൻ ഇറങ്ങി വരുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് ഞെട്ടി. കാരണം വലിയ സംഖ്യ കൊടുക്കാനുണ്ട്, കിട്ടാനുള്ള പണ്ഡിതൻ വന്നിരിക്കുകയാണ്. അവധി കഴിഞ്ഞിട്ട് കുറെ ദിവസമായി, ഞാനൊരു വിവരവും പറഞ്ഞിട്ടില്ല, ക്ഷമിക്കണം, ഞാൻ വൈകിപ്പോയി, വിവരം അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം കാരണം ബോധിപ്പിക്കുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ അത് സാരല്ല, അതിനേക്കാൾ വലിയൊരു കൊടുക്കില്ല ഞാനുള്ളത്, അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഈ മജൂസി പറയുന്ന എന്താ തങ്ങളെ, നീ വരൂ മോനെ. ഇറക്കിക്കൊണ്ടുവന്നിട്ട് ആ മജൂസിയായ മനുഷ്യന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുക്കുന്നു. കണ്ടോ, നിന്റെ വീട്ടുവളപ്പിന്റെ മതിലിൽ നജസ് തെറിച്ചത് കണ്ടോ? അത് ഞാൻ കാല് കുടഞ്ഞപ്പോൾ തെറിച്ചതാണ്. അതെങ്ങനെ വൃത്തിയാക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അതിന് നീ ഒരു വഴി പറഞ്ഞു തരണം. ഇത് കേട്ടപ്പോഴാണ് ആ മജൂസി ചിന്തിക്കുന്നു, സുബ്ഹാനല്ലാഹ്, ഇതെന്റെ വീട്ടിന്റെ മതിൽ, എന്റെ വീട്ടുവളപ്പിന്റെ മതിലാണ്. ഈ മതിൽ എന്തിനാണ്? എന്റെ വീട്ടുവളപ്പിന്റെ സംരക്ഷണത്തിനാണ്. എന്റെ വളപ്പെന്തിനാണ്? എന്റെ പറമ്പെന്തിനാണ്? അതെന്റെ വീട്ടിന്റെ സംരക്ഷണത്തിനാണ്. എന്റെ വീടെന്തിനാണ്? അതെന്റെ സംരക്ഷണത്തിനാണ്. എന്നാൽ എന്റെ ബോഡിയുടെ, എന്റെ ശരീരത്തിന്റെ സംരക്ഷണത്തിനാണ്. എന്നാൽ എന്റെ ശരീരം എന്തിനാണ്? അതെന്റെ മനസ്സിന്റെ, എന്റെ ആത്മാവിന്റെ, എന്റെ മനസ്സിന്റെ സംരക്ഷണത്തിനാണ്. എന്റെ മനസ്സിന്റെ സംരക്ഷണത്തിന് എന്റെ ബോഡി, എന്റെ ബോഡിയുടെ സംരക്ഷണത്തിന് എന്റെ വീട്, എന്റെ വീടിന്റെ സംരക്ഷണത്തിന് എന്റെ വളപ്പ്, എന്റെ വളപ്പിന്റെ സംരക്ഷണത്തിന് എന്റെ വളപ്പിന്റെ മതില്. ആ മതില് വൃത്തികേടായതിന് ഇത്രയും ഈ മഹാൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സ് വൃത്തികേടായതിന് ഞാനല്ലേ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്? ഇതുപോലൊരു മനസ്സെനിക്കുണ്ടായില്ലല്ലോ, ഇതുപോലൊരു ചിന്ത എനിക്കുണ്ടായില്ലല്ലോ, ഇതെവിടുന്ന് കിട്ടി? ഈ മനസ്സിന്റെ പ്രകാശം അൻവാറുൽ ഹുദാ, സന്മാർഗത്തിന്റെ പ്രകാശങ്ങൾ, നൂറുൽ ഹുദാ, സന്മാർഗത്തിന്റെ പ്രകാശം. അത് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ, അല്ലാഹുവിങ്കിൽ നിന്ന് പ്രകാശം ലഭിച്ചിട്ടുണ്ട്. ആ പ്രകാശം ഏതാണ്? അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും സർവ്വ സൃഷ്ടികൾക്കും അനുഗ്രഹമായി അല്ലാഹു നിയോഗിച്ചയച്ച ആ വലിയ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശത്തിൽ നിന്ന് പ്രകാശം ലഭിച്ച, സഹാബികളിൽ നിന്ന് പ്രകാശം ലഭിച്ച ആളാണ് ഇമാം അബൂ ഹനീഫ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സ്വഹാബികളുടെ ഹൃദയത്തിലേക്കും സ്വഹാബികളുടെ ഹൃദയത്തിൽ നിന്ന് തബഈയായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലേക്കും സംസ്കാരത്തിന്റെ വെളിച്ചം, നന്മയുടെ വെളിച്ചം, സത്യത്തിന്റെ വെളിച്ചം, നീതിയുടെ വെളിച്ചം, ധർമ്മത്തിന്റെ വെളിച്ചം, ആ വെളിച്ചം പ്രകടമായപ്പോൾ, ലഭിച്ചപ്പോൾ, അതുകൊണ്ടല്ലേ ഈ മഹാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളായത്. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സൊന്ന് ശുദ്ധിയാകാൻ ഞാനും ഇവരുടെ വഴിയിലേക്ക് കടക്കുന്നു. ആ മജൂസി അപ്പോഴാ പറയുന്നത്, ഓ അബൂ ഹനീഫ, നിങ്ങൾ ഞാൻ വാങ്ങിയ കടസംഖ്യ ചോദിക്കാതെ, നിങ്ങളുടെ അറിയാതെ നിങ്ങൾ എന്റെ വളപ്പിന്റെ മതിലിൽ നജസ് തെറിച്ചു പോയതിന്റെ വിഷമത്തിലല്ലേ നിങ്ങൾ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സ്വഭാവം, ഈ സംസ്കാരം, ഈ വിശാല മനസ്സ് അതെനിക്കും ലഭിക്കാൻ ഞാൻ നിങ്ങളെ ശിഷ്യത്വം സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ ഒരു മുതഅല്ലിമായി, ഒരു വിദ്യാർത്ഥിയായി നിങ്ങളെ കൂടെ ചേർത്ത് തരണം. അതിന് മെമ്പർഷിപ്പ് ഉണ്ടല്ലേ? ആ മെമ്പർഷിപ്പ് ഞാൻ ഇപ്പോൾ തന്നെ എടുക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിയോഗിച്ചയച്ച റസൂലാണ്. ഞാനിതാ ഉറച്ചു പ്രഖ്യാപിക്കുന്നു, ഞാനും നിങ്ങളുടെ കൂടെ തന്നെ.
സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി വളർന്നു, സാധാരണ മനുഷ്യനായി മരിച്ചു എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം 1951 ഡിസംബറിൽ എഴുതി. ഇങ്ങനെയല്ല കേട്ടോ ഇസ്ലാമിന്റെ പ്രബോധനം, ഇങ്ങനെയല്ല കേട്ടോ ഇസ്ലാമിന്റെ പ്രബോധനം. ഇസ്ലാമിന്റെ പ്രബോധനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം ജീവിതത്തിൽ പകർത്തി കാണിച്ചുകൊണ്ടാണ്. അതാണ് മഹാന്മാരായ സഹാബത്തിന്റെ പ്രചരണം, അതാണ് സഹാബത്തിന്റെ പ്രബോധനം, അതാണ് താബീങ്ങളുടെ പ്രബോധനം, അതാണ് സലഫുസ് സാലിഹീങ്ങളുടെ പ്രബോധനം. ആ പ്രബോധനത്തിലൂടെയാണ് ആയിരങ്ങൾ, അതേ പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളായ നാം ഓർക്കുക, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, തെറ്റ് ചെയ്തു പോയവൻ അവന്റെ മനസ്സൊന്ന് ക്ലിയറാക്കി അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഖേദിച്ച് മടങ്ങിയാൽ അല്ലാഹു സ്വീകരിക്കുന്നവനാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ബിത്തിഗാഅ മർളാത്തില്ലാഹി ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമാ. ഏതാണ് ഖൈറായ സംസാരം? ഏറ്റവും ഖൈറായ സംസാരം ഏതാണ്? ഖുർആൻ പറയുന്നു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ. ധർമ്മം ചെയ്യാൻ കൽപ്പിക്കുന്ന സംസാരം നല്ല സംസാരമാണ്. അതേ, നല്ല കാര്യം കൽപ്പിക്കുന്നത് നല്ല സംസാരമാണ്. മോശമായ വിഷയങ്ങൾ വിരോധിക്കുന്നത് നല്ല സംസാരമാണ്. ജനങ്ങളെ നന്നാക്കിയെടുക്കാനുള്ള സംസാരം, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയല്ല സംസാരിക്കേണ്ടത്, ജനങ്ങളെ യോജിപ്പിക്കാനാണ് സംസാരിക്കേണ്ടത്. അത് നല്ല സംസാരമാണ്. ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. അത് വല്ലവനും പ്രവർത്തിച്ചാൽ അല്ലാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് വല്ലവരും അത് പ്രവർത്തിച്ചാൽ മഹത്തായ പ്രതിഫലം അവർക്ക് നമ്മൾ കൊടുക്കും നബിയേ. അതുകൊണ്ട് തന്നെ എന്റെ സദസ്സിൽ വന്ന എന്റെ സുഹൃത്തുക്കളോട് എന്നോട് ഞാൻ പറയുന്നു, നമ്മളെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ച് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരാകണം നാം. നമ്മൾ ജനങ്ങളെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാഹു നമുക്കതിനു വേണ്ടിയുള്ളൊരു സംരംഭമായി നമ്മുടെ ദാറുൽ അൻവാർ ഇവിടെ അല്ലാഹു ഉയർത്തി വളർത്തി നിലനിർത്തി തരുമാറാകട്ടെ. പ്രാർത്ഥനയാണ് നമ്മുടെ ലക്ഷ്യം. സയ്യിദുദ്ദീനുൽ മഅ്ബദി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇമാം ഗസാലി റഹിമഹുല്ലാഹി ഇഹ്യാ ഉലൂമുദ്ദീനിലും അത് പറഞ്ഞില്ലേ, ദുനിയാവ് രക്ഷപ്പെടാൻ 4 കാര്യം വേണം. കുഫ്റുൽ ലിജഹ്ലിൽ ഖൗമി, ജനങ്ങളെ വിവരക്കേടിന് മാപ്പ് ചെയ്യാൻ കഴിയണം. ജനങ്ങൾ വിവരമില്ലാതെ വല്ലതും പറഞ്ഞാൽ, വിവരമില്ലാതെ വല്ലതും ചെയ്താൽ അതിന് മാപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. കുഫ്റുൽ ലിജഹ്ലിൽ ഖൗമി മന്നുക തജ്ഹല, അങ്ങോട്ട് വിവരക്കേട് ചെയ്യാതെ ജീവിക്കണം. അതേ സമയത്ത് ജനങ്ങൾക്ക് അങ്ങോട്ട് ധാരാളം കൊടുക്കണമെന്ന ചിന്ത നമുക്ക് വേണം. ജനങ്ങൾ ഇങ്ങോട്ട് കിട്ടണമെന്ന ചിന്ത ഉണ്ടാകരുത്. ഈ 4 കാര്യമുള്ളവനും ദുനിയാവ് രക്ഷപ്പെട്ടു. ഈ 4 കാര്യം മുറുകെ പിടിച്ചുകൊണ്ട് ദീനീ പ്രവർത്തന രംഗത്ത് ചെറുപ്പക്കാരെ നമ്മൾ മുന്നേറണം. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ തകർക്കപ്പെടുന്നു. എങ്ങനെ തകർക്കുന്നു? ഹിന്ദുക്കളാലല്ല, ക്രിസ്ത്യാനികളാലല്ല. ഹിന്ദുക്കൾ നമ്മുടെ മതത്തിന്റെ ആശയങ്ങളെ അതാ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവര് ശ്രമിച്ചിട്ട് ഒരാളെ ഈമാൻ തെറ്റിപ്പോകുന്നത് നാം കേൾക്കുന്നില്ല. അതേ, ഒരു ക്രിസ്ത്യാനി വന്നിട്ട് പലതും പറഞ്ഞ് ഈമാൻ തെറ്റിക്കാനുള്ള ശ്രമം നടത്തിയിട്ട് വിജയിക്കുന്നത് നമ്മൾ കൂടുതലായി കാണുന്നില്ല. അതേ സമയത്ത് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ അല്ലാഹുവിற்கு സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കട്ടെ. വേദനയോടെ ഞാൻ പറയുകയാണ്, ലോകത്തുള്ള സർവ്വജനങ്ങളും അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുമ്പോ ആ ആദരവ് പ്രകടിപ്പിക്കാതെ ഈമാനില്ല,
ആ ആദരവില്ലാതെ ദുആക്ക് ഉത്തരമില്ല. ഏത് പ്രാർത്ഥന നടത്തുമ്പോഴും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുവിനെ പുകഴ്ത്തിയിട്ട് അവനെ പുകഴ്ത്തി ഹംദ് പറയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ച് സ്വലാത്ത് ചൊല്ലണം. ഇല്ലാതെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ദുആക്ക് ഉത്തരം തരുന്നവനാണെന്ന് അല്ലാഹു നമ്മെ പഠിപ്പിച്ചല്ലോ. എന്നാൽ ആർക്കാണ് അല്ലാഹു തആല ഉത്തരം ചെയ്യുന്നത്? ഖുർആൻ പറയുന്നു, വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. ഏത് കള്ളുകുടിയനും ഒരു കള്ള് ഷാപ്പിൽ ഇരുന്നിട്ട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം തരുമെന്നല്ല. ഒരു വ്യഭിചരിക്കാൻ പോയാണ് അല്ലാഹനെ വിളിച്ചിട്ട് പഠിച്ചവനെ എന്റെ കള്ളി വിളിച്ചത്താക്കരുത് എന്ന് ദ്വാർന്നാൽ ഉത്തരം തരുമെന്നല്ല. കക്കാൻ പോയ മനുഷ്യൻ എന്നെ പിടികൂടാതെ ഒപ്പിക്കണേ എന്ന് അല്ലാഹനോട് ദ്വാർന്നാൽ അല്ലാഹു ഉത്തരം തരുമെന്നല്ല. ഉദൂനി അസ്തജീബിലക്കും, എന്നോട് ദ്വാർന്നാൽ ഞാൻ ഉത്തരം തരുമെന്ന് പറഞ്ഞതിന് അർത്ഥം ഏത് തമ്മാടിയും എന്തിനെങ്ങനെ ചോദിച്ചാലും തരുമെന്നല്ല. അതുപോലെ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദാഅൻ, എന്നോട് ഉത്തരം ഞാനിതാ എന്റെ അടിമയുടെ സമീപസ്ഥനാണ്, എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം തരുമെന്ന് അല്ലാഹു പറഞ്ഞതിന് അർത്ഥം ഏത് തോന്നിവാസിയും എന്തും ചോദിച്ചാൽ ഉത്തരം തരുമെന്നല്ല. അത് ഖുർആനിൽ അല്ലാഹു വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുകയാണ്. വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. അല്ലാഹു ദുആക്ക് ഉത്തരം കൊടുക്കുന്നത് ആർക്കാണ്? ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുന്നവനാണ്. വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മങ്ങളുമുള്ള മഹാന്മാരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യുന്നതാണ്. അപ്പൊ അല്ലാഹു തആല ദുആക്ക് ഉത്തരം ചെയ്യുന്നത് ഈമാനുള്ളവർക്കാണ്, സൽക്കർമ്മം ചെയ്യുന്നവർക്കാണ്. അത് ഖുർആനിൽ അല്ലാഹു ഇവിടെ വിശദീകരിക്കുകയാണ്. വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വയസീദുഹും മിൻ ഫളിഹി. അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ അവൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർക്ക്. എന്നാൽ വൽ കാഫിറൂന ലഹും അദാബുൻ ശദീദ്. ഈമാനില്ലാതെ അവിശ്വാസിയായി ജീവിക്കുന്നവർ അവർക്ക് കഠിനമായ ശിക്ഷയാണ്. അല്ലാഹു ഉത്തരം ചെയ്യുന്നത് മുഅ്മിനീങ്ങളുടെ ദുആക്കാണ്, സജ്ജനങ്ങളുടെ പ്രാർത്ഥനക്കാണ്. എന്നാ സഹോദര, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തരം താഴ്ത്തുന്നവൻ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമോ? റൗളാ ശരീഫിന്റെ മുന്നിൽ പോയാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് റൗളാ ശരീഫിന്റെ മുന്നിൽ നിന്ന് നോക്കി, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആയത്ത്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബിയുടെ ശബ്ദത്തെക്കാൾ മുഅ്മിനീങ്ങളെ നിങ്ങളെ ശബ്ദം ഉയർത്തരുത്. അഥവാ നിങ്ങളെ ശബ്ദം ഉയർന്നു പോയാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറയുന്നു, അൻ തഹ്ബത അഅമാലുകും, നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നശിച്ചു പോകും. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ വെച്ച് ശബ്ദം അല്പം കൂടിപ്പോയാൽ തന്നെ ചെയ്ത അമലൊക്കെ പൊളിഞ്ഞു പോകുമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനായി ജനിച്ചു, സാധാരണക്കാരനായി വളർന്നു, എന്നിട്ട് 40 വയസ്സെത്തിയപ്പോൾ നുബുവത്ത് കിട്ടി, അവസാനം സാധാരണ മനുഷ്യർ മരണപ്പെടുന്നത് പോലെ മരണപ്പെട്ടു എന്ന് എഴുതി പഠിപ്പിക്കുന്ന പ്രബോധനക്കാരന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുമോ? നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തി ഒരു വാക്കും പറയണ്ട. അവിടുത്തെ സദസ്സിൽ നിന്ന് ശബ്ദം അല്പം സൗണ്ട് കൂടിപ്പോയാൽ അമല് പൊളിഞ്ഞു പോകുമെന്ന് ഖുർആൻ പറയുന്നു. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തുന്നവരുടെ ദുആ അത് അസ്ഥാനത്തല്ലേ? മുജാഹിദിന്റെ ഒരു നേതാവുണ്ട്, എം അക്ബർ എന്ന് പറഞ്ഞ ചങ്ങാതി, ആൾക്കാരുടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ നടക്കുന്ന ആളാണെന്ന് പറഞ്ഞിങ്ങനെ പോകുന്ന ആളാ. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്ന ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിച്ചു തരാം. എന്താ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണക്കാരനായ അറബി പയ്യൻ, ആരെ സംബന്ധിച്ചാ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു.
അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ആരെ സംബന്ധിച്ചാണ് ഇത് പറഞ്ഞത് സഹോദരന്മാരെ? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി മൗലായ സ്വല്ലി വസല്ലിം ദൈമൻ അബദാ على حبيبك خير الخلق كلهم. ചിലർ ചോദിക്കും, ഈ കാന്തപുരം വന്നാൽ അല്ലാഹുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, പാവപ്പെട്ട പേരോട് വന്നാൽ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോ നേതാക്കളോ വന്നാൽ അവരൊക്കെ എവിടെ ചെന്നാലും ഇതാ ഈ പുത്തനാശയത്തിനെതിരെ സംസാരിക്കുന്നു, എന്തിനാണ് ഇവങ്ങനെ കടുപ്പം കൂട്ടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടാകാം. ഞാൻ അവരോട് പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നിങ്ങൾക്കും വെളിച്ചം നൽകട്ടെ. വേദനയോടെ ഞാൻ പറയുന്നു, ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു സാധാരണ അറബി പയ്യനായിരുന്നുവെന്ന് പറഞ്ഞാൽ അത് ഈമാൻ നിലനിൽക്കുന്ന ആശയമാണോ? അത് നബിയെ ആദരിക്കലാണോ? നബിയെ സ്നേഹിക്കലാണോ? മറ്റ് മതക്കാരെ മുമ്പിൽ ഈ നേതാവിനെ പരിചയപ്പെടുത്തേണ്ടത് ഈ ശൈലിയിലാണോ? എന്നിട്ട് ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കുന്നവരെന്നും പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുമ്പോൾ ആ റഹ്മത്തുൽ ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കത് കേട്ടു നിൽക്കാൻ കഴിയുമോ? ഞങ്ങൾക്കത് പറയാതിരിക്കാൻ കഴിയുമോ? ഈ ഭവിഷ്യത്തിൽ നിന്ന് ജനങ്ങളെ ഈമാനിനെ രക്ഷിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ? എന്റെ മാന്യ മുസ്ലിം ചെറുപ്പക്കാരെ, ഇതിന്റെ ഗൗരവം എത്രയാണ് നിങ്ങളൊന്ന് ചിന്തിക്കൂ. മദീനയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രം കൊള്ളുന്ന ആ പടുകൂറ്റൻ ജാറമില്ലേ, പച്ചക്കുബയുള്ള ജാറം, ആ ജാറത്തിന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അപേക്ഷ സമർപ്പിക്കുന്ന പദ്യം സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടില്ലേ? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലും പോയപ്പോൾ അത് കണ്ടല്ലോ. യാ ഖൈറ മൻദൂഫീനത്ത് ബിൽഖാഇ فطاب من طيبهم القاء والكبود نفس الفداء لقبر أنت ساكن فيه العفاف وفيه الجود والكرم. അവിടുന്നിതാ മറവ് ചെയ്യപ്പെട്ട ഖബറിന് എന്റെ ശരീരം ഞാൻ സമർപ്പിക്കുന്നു നബിയേ. അവിടുത്തെ ശരീരം മറവ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ നാട് പുണ്യഭൂമിയായി നബിയേ. ആ ഖബറിൽ നിന്ന് ധാരാളം സംഭാവനകൾ ലഭിക്കുന്നു നബിയേ എന്ന് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് പുണ്യകർമ്മമാണെന്ന് ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇമാം നബവി റഹിമഹുല്ല എഴുതിയില്ലേ? ലോകത്തുള്ള സർവ്വ പണ്ഡിതന്മാരും അത് അംഗീകരിച്ചില്ലേ? അവരെ മുൻഗാമികളായ പണ്ഡിതന്മാരും എഴുതിയില്ലേ? നബിതങ്ങളെ വിളിക്കണം പറയണമെന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഉന്നത്തിൽ എഴുതി വെച്ചില്ലേ? അതേ നബിതങ്ങളോട് ആ പദ്യം ചൊല്ലിയ വ്യക്തിക്ക് ദോഷം പൊറുത്തുവെന്ന് ഇബ്നു കസീർ തഫ്സീറിൽ രേഖപ്പെടുത്തിയില്ലേ? ഇമാം ബൈഹഖി അത് രേഖപ്പെടുത്തിയില്ലേ? ഇബ്നു അസാകിർ രേഖപ്പെടുത്തിയില്ലേ? അങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ ഇമാമീങ്ങളും നബിതങ്ങളെ വിളിച്ച് അപേക്ഷ സമർപ്പിക്കണമെന്ന് രേഖപ്പെടുത്തുകയും അത് മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ട് സിയാറത്തിന് വരുന്ന ഒരൊറ്റ മനുഷ്യനും മറന്നുപോകാതെ നബിയെ വിളിക്കാനും പറയാനും പ്രചോദനം നൽകുമ്പോൾ ആ മഹത്തായ പച്ചക്കുട്ടയുള്ള ജാറം, ആ ജാറത്തിന്റെ ചുമരിന്റെ മേലെ ഇത് എഴുതി വെച്ചത് ഞാൻ കണ്ടുവെന്ന് പാവപ്പെട്ട ഞാൻ പ്രസംഗിച്ചപ്പോ പാറക്കടവിൽ വന്നിട്ട് ഹുസൈൻ സലഫി എന്ന മുജാഹിദ് പറഞ്ഞില്ലേ, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തെ കുറിച്ച് പറഞ്ഞില്ലേ സഹോദരന്മാരെ? ചോദിക്കട്ടെ, ഒരു മുജാഹിദിന്റെ ഓഫീസിനെ സംബന്ധിച്ച് അത് കള്ള ഓഫീസാണെന്ന് പറഞ്ഞാൽ, മൗലവിയുടെ വീട്ടിനെ സംബന്ധിച്ച് അത് കള്ള വീടാണെന്ന് പറഞ്ഞാൽ മൗലവിന്റെ ആൾക്കാർക്ക് വികാരമുണ്ടാകുമോ? എങ്കിൽ ചോദിക്കട്ടെ, ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ജാറത്തെ സംബന്ധിച്ച് ഇന്നുവരെ ഒരു യഹൂദിയും ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും ഒരു മതമുള്ളവരും മതമില്ലാത്തവരും അത് കള്ളജാറമാണെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് മുജാഹിദല്ലേ, മുജാഹിദിന്റെ നേതാവല്ലേ. ചെറുപ്പക്കാരെ കേട്ടോളൂ പറഞ്ഞ വാചകം. രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഞാൻ മതിയോട്ട് പോയപ്പോൾ കണ്ടു. എന്താ കണ്ടത്? അവിടെ എഴുതിച്ചിരിക്കുന്നത് നബിസല്ലല്ലാഹു കബറിന്റെ ഇവരുടെ കള്ള ചാറ തന്ന ഫോട്ടോന്നും വരുന്നുണ്ട്. എന്താ വലിയൊരു ചാറും വലിയൊരു ചാറത്തിന്റെ പേര് പച്ച പച്ചവും ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ചാറമാണ് സുഹൃത്തുക്കളെ, അത് കള്ള ചാറമാണ് സുഹൃത്തുക്കളെ. അത് കള്ളചാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞത് കേട്ടില്ലേ? മുജാഹിദിന്റെ മറ്റൊരു നേതാവ് പറഞ്ഞത്, സൗദി അറേബ്യയുടെ ഭരണം ഞങ്ങളെ മുജാഹിദിന്റെ കയ്യിൽ കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം പച്ചക്കുബ്ബ ഞങ്ങൾ തകർക്കുമെന്നാ പറഞ്ഞത്. ഇന്നുവരെ ഒരു ഹിന്ദു പറഞ്ഞിട്ടില്ല, ഒരു യഹൂദി പറഞ്ഞിട്ടില്ല, ഒരു ക്രിസ്ത്യാനി പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് മുജാഹിദ് മൗലവിയാണ്. കേട്ടോളൂ. ജാറം ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിയെ ഖബർ കുന്നിച്ചിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് ഓടി വിളിപ്പിക്കുകയും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊക്കെ തകർക്കുന്നതും റസൂലുള്ളാഹിയുടെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പരിപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിയുടെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പരിപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തെ കുറിച്ച് കള്ളജാറം എന്ന് പറയുന്ന ഒരു വിഭാഗം, ആ ജാറം സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാം ദിവസം ഞങ്ങൾ തകർക്കുമെന്ന് പറയുന്നൊരു വിഭാഗം, ഈ വിഭാഗത്തിന്റെ ദുആക്ക് ഉത്തരം ലഭിക്കുമോ? ഇവർ അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ നടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ദുആക്ക് ഉത്തരം കിട്ടുമോ? ഇദാ സഅലക ഇബാദി, അല്ലാഹ് പറഞ്ഞത് കണ്ടോ? നബിയെ തങ്ങളോട് ചോദിച്ചാൽ, ഇബാദി എന്റെ അടിമ, തങ്ങളോട് എന്റെ അടിമകൾ ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവർക്ക് സമീപസ്ഥനാണ് കേട്ടോ. തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കൽ. അതാ ഇദാ സഅലക ഇബാദി, തങ്ങളോട് അതാ എന്റെ അടിമകൾ ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടാതെ, നബി തങ്ങളില്ലാതെ അല്ലാഹുമായി അടുക്കുക സാധ്യമേ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നില്ലേ, ഒരു മുസ്ലിം സഹോദരൻ വന്ന് 1000 പ്രാവശ്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ അവൻ മുസ്ലിമാകൂല, അവൻ മുസ്ലിമാകൂല. അതോടെ പറഞ്ഞോളണം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു പറഞ്ഞേച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അംഗീകരിക്കാതെ, അത് പ്രഖ്യാപിക്കാതെ, നബി തങ്ങളെ അടയാളനാക്കാതെ, നബി തങ്ങളെ മഹത്വം അംഗീകരിക്കാതെ ഈമാനിന്റെ പ്രകാശമില്ല, ഈമാനിന്റെ വെളിച്ചമില്ല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇസ്ലാമില്ല കേട്ടോ.
അതിന് ജമാഅത്ത് ഇസ്ലാമി എന്ന് പേര് വെച്ചാലും മുജാഹിദ് എന്ന് പേര് വെച്ചാലും എന്ത് പേര് വെച്ചാലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കാതെ ഇസ്ലാമില്ല, അംഗീകരിക്കാതെ ഇസ്ലാമില്ല. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അല്ലാഹുവിനെ അറിയണം. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ട് അല്ലാഹുവിന്റെ സാമീപ്യം നേടണം. അതാണ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ അല്ലാഹുവിനെ തന്നെയല്ലേ മനുഷ്യൻ പ്രിയം വെക്കേണ്ടത്. അവൻ തന്നതല്ലാതെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമുണ്ടോ? അവനല്ലാതെ കൊടുക്കുന്നവനുണ്ടോ? അവനല്ലാതെ തടയുന്നവനുണ്ടോ? ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നല്ലാതെ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല ഏത് ഖൈറും ശർറും ലഭിക്കുന്നുണ്ടോ? പക്ഷേ ആ സർവ്വ വിഷയങ്ങൾക്കും സർവ്വ നന്മകൾക്കും കാരണക്കാരനായി അല്ലാഹു നിശ്ചയിച്ച നേതാവാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു, ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടാതെ ആർക്കാണ് സഹോദരന്മാരെ റബ്ബിന്റെ റഹ്മത്ത് ലഭിക്കുന്നത്? അതുകൊണ്ടല്ലേ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകത്തുമുള്ളവർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങേ നമ്മൾ അയച്ചിട്ടില്ല നബിയേ. വല്ലാത്ത റഹ്മത്ത് തന്നെ. അതാണ് ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് റിസാലയുടെ തുടക്കത്തിൽ തന്നെ നീണ്ട ഒരു സ്വലാത്ത് ചൊല്ലി. നമ്മളെ സലഫി ഒരു വിഡ്ഢിത്തം പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? ബഹ്റൈനിൽ പോയി പറഞ്ഞ ഫോറിൻ വിഡ്ഢിത്തമാണ്. 7 വാചകത്തിലെ സലാത്ത് ചൊല്ലാൻ പാടുള്ളൂ. ഞാനതിനെ പിടികൂടിയിട്ട് അതാ കാശയ്ക്ക് എറിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്റെ സീഡികളിൽ കേൾക്കാം. ഇരിക്കട്ടെ. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നീണ്ട സലാത്ത് ചൊല്ലി. ആ സലാത്ത് റിസാലയുടെ തുടക്കത്തിൽ കാണാം. ആ റിസാലയുടെ തുടക്കത്തിലുള്ള സലാത്തിൽ നബി തങ്ങളെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫലം തുംസിബിനാ നിഅമത്തുൽ ലഹറത്ത് വബതൗബതുനത്ത് നിൽനാ ബിഹാ ഹവ്ലൻ ഫീ ദീനിൽ ഔദുലിയാ ഔദുഫിയ ബിഹാ അന്ന മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ. ഓ ജനങ്ങളെ, അല്ലാഹു മലക്കുകളെ തെരഞ്ഞെടുത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. വസ്തഫാ ബിഹി മലായികത, അല്ലാഹുവിന്റെ മലക്കുകളെ അല്ലാഹു തെരഞ്ഞെടുത്തത് നബി മുഖേനയാണ്. ശഫീ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാചകം സലഫി അതാവർന്ന് വായിച്ചിട്ട് അർത്ഥം പറയാതെ മുങ്ങി കേട്ടോ. അതെന്റെ സീഡിയിൽ നിങ്ങൾക്ക് കേൾക്കാം. അർത്ഥം മൂപ്പര് പറഞ്ഞ അനുയായികൾ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് അർത്ഥം പറയാതെ മുങ്ങുന്നത് കാണാം. എന്നാ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, മലക്കുകളെ വരെ തെരഞ്ഞെടുത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. നിങ്ങളൊന്ന് നോക്കൂ, മലക്കുകൾ എപ്പോഴുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മലക്കുകൾ ആദം നബിയെ പടക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ലേ? അവരെ തെരഞ്ഞെടുത്തത് മുഹമ്മദ് നബി മുഖേനയാണെന്നല്ലേ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നത്. 40 വയസ്സ് വരെ ഒരു അറബി പയ്യനായിരുന്നു, സാധാരണക്കാരനായ അറബി പയ്യനായിരുന്നു എന്ന് അക്ബർ മൗലവി പറഞ്ഞില്ല. എന്ത് മൗലവിയാണ് അദ്ദേഹം? എന്ത് മതമാണ് അയാൾ പ്രചരിപ്പിക്കാൻ പോകുന്നത്? എന്നാ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, മലക്കുകളെ തെരഞ്ഞെടുത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. നബി മുഖേനയുള്ള റഹ്മത്താണ് മലക്കുകൾക്ക് ലഭിച്ചത്. കാരണം റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ? ആലമീൻ എന്നതിൽ മലക്കുകളും ഉൾപ്പെട്ടില്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ഇമാം ശാഫിഈ തങ്ങൾ പറയാണ്, ഫലം തുംസിബിനാ നിഅമത്തുൽ ലഹറത്തു ബതനത്ത്, പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഏത് ഗുണം നമുക്ക് ലഭിക്കുന്നുണ്ടോ
ദുനിയാവിലോ ദീനിലോ എവിടെ എന്ത് ഗുണം നമുക്ക് ലഭിക്കുന്നുണ്ടോ ദുനിയാവിലോ ദീനിലോ ഏത് മുസീബത്തുകൾ ഏത് വിപത്തുകൾ നമ്മെ തൊട്ട് തടുക്കപ്പെട്ടു പോകുന്നുണ്ടോ ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ അതിന് മുഴുവനത്തിനുമുള്ള കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി മുഖേനയല്ലാതെ ഒരു മുസീബത്തും തടുക്കപ്പെടുന്നില്ല. നബി മുഖേനയല്ലാതെ ഒരു നന്മയും ലഭിക്കുന്നില്ല. സർവ നന്മയുടെയും കാരണക്കാരനായി അല്ലാഹു നിശ്ചയിച്ച ലോക നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിന്റെ അടിത്തട്ടിൽ പ്രിയം വെക്കാതെ, ആ നബി തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരുമായി അകന്നു നിൽക്കാതെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരുമായി മതരംഗത്ത് ബന്ധമില്ലാതെ അവരെ മാറ്റി നിർത്താതെ നമുക്കുള്ളൂ ഈമാൻ സംരക്ഷിക്കാൻ കഴിയുന്നു. എന്നാൽ ഇതിന്റെ നേർ വിപരീതമായി നിങ്ങൾ കേട്ടോളൂ, അതേ ഹജ്ജിന് പോയ മുഴുവൻ ഹാജിമാരും മുശ്രിക്കീങ്ങളാണെന്ന് മുജാഹിദിന്റെ നേതാവ് പ്രസംഗിക്കുന്നു. 5 ലക്ഷം ആളുകൾ മാത്രം ലോകത്ത് മുസ്ലിമീങ്ങൾ ഉണ്ട്, ഹാജിമാര്. ബാക്കി എല്ലാ ഹാജിമാരും മുശ്രിക്കീങ്ങളാണ് പോയി. എപ്പോഴാണ് ഇത് പ്രസംഗിക്കുന്നത്? മിനയിൽ ദുരന്തമുണ്ടായിട്ട് മുസ്ലിമീങ്ങൾ ഹാജിമാര് കുറെ കൊല്ലപ്പെട്ടപ്പോ ഇവിടെയുള്ള ഹൈന്ദവരും ക്രൈസ്തവരും മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ മുസ്ലിം സമുദായത്തിന് അനുശോചനം പറയുന്നു. മുജാഹിദിന്റെ നേതാവ് അതേ മൗലവി, അതാ ബാലുശ്ശേരി മൗലവി, അവന്റെ പേര് തന്നെ മുജാഹിദ് എന്നാണ്, മുജാഹിദ് ബാലുശ്ശേരി. അദ്ദേഹം പ്രസംഗിക്കാണ്, ഈ മിനയിൽ കുറെ ദുരന്തമായിട്ട് കുറെ ആള് മരിക്കുന്നല്ലേ, അതൊക്കെ മുശ്രിക്കുകളാണ് മരിച്ചത്, അതൊക്കെ മുശ്രിക്കുകളാണ്. ഹജ്ജിന് പോകുന്നതൊക്കെ മുശ്രിക്കുകളാണ്. ആകുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം ഉണ്ടാവും മുസ്ലിമീങ്ങൾ, ബാക്കിയൊക്കെ മുശ്രിക്കുകളാണ്. ഇത് കേട്ടോളൂ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ, ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ടായി. അപ്പൊ 10, 45, 50 ലക്ഷം ആളുകൾക്ക് ഹജ്ജിന് വന്നാല് അതിൽ 5 ലക്ഷം ഉണ്ടാവും. അതിൽ മുവഹിദ് ആകെ വരുന്ന എണ്ണ കഴിച്ചു, ബാക്കി ഒക്കെ മുശ്രിക്കുകളാണ് ഹജ്ജിന് വരുന്നത്. എന്താ കാരണം? ഒരു മദീനയിൽ പോകുന്നുണ്ട്. മദീനയിലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയുടെ ചുവരുമ്മല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്ന പദ്യം എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനാ എഴുതി വെച്ചത്? നമ്മളെ പള്ളിന്റെ ചുമരുമ്മൽ നവൈത്തുൽ ഇത്തികാഫ ഫീ ഹാദൽ മസ്ജിദിൽ ഇല്ലാഹി തആല എഴുതിയിട്ടുണ്ട്. ആ ചുമര് ഇത്തികാഫിന്റെ നിയ്യത്ത് ചെയ്യുന്നത് കാണുക. അത് ചുമര് ഇത്തികാഫിന്റെ നിയ്യത്തിയല്ല, ആ ചുമരുമ്മൽ എഴുതി വെച്ചത് ഇവിടെ വരുന്ന ആളുകൾക്ക് ഓർമ്മയായിട്ട് നിയ്യത്ത് ചെയ്യാനാ. ഇതുപോലെ മദീനയിൽ റൗളാ ശരീഫിന്റെ ചുമരിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചത് എന്തിനാണ്? നബി തങ്ങളെ വിളിച്ച് സഹായം തേടാനാണ്.
സഹായം ചോദിക്കുന്ന പദ്യം അവിടെ എഴുതി വെച്ചത് ഇന്നും അത് നിലനിൽക്കുന്നില്ലേ? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇബ്നു കസീറിനെ പോലെയുള്ള, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇമാമികളൊക്കെയും അത് എഴുതി രേഖപ്പെടുത്തി വെച്ചവരല്ലേ? അന്ന് മുതൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് മുതൽക്ക് സഹാബത്ത് മുതൽക്ക് നബി തങ്ങളെ വിളിക്കുന്നില്ലേ, പറയുന്നില്ലേ? അതിന്റെ പേരിൽ മുശ്രിക്കീകളായി പോയി എന്ന വാദം സുബ്ഹാനല്ലാഹ് ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മഹാൻ, ഒന്നാമത്തെ വലി, ഒന്നാമത്തെ നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ തൗഹീദും ശിർക്കും അറിയുന്ന മറ്റൊരാളുണ്ടോ? മഹാനവറുകളെക്കാൾ ഖുർആൻ പഠിച്ചവരുണ്ടോ? അതിനേക്കാൾ വലിയൊരു മഹാൻ ഈ സമുദായത്തിലുണ്ടോ? വേറെ സമുദായങ്ങളിലുണ്ടോ? അല്ലാഹുവിന്റെ ഭൂമിയിൽ അമ്പിയാക്കളെ കഴിച്ചാൽ അമ്പിയാക്കളെ ഉമ്മത്തുകളിൽ ഏറ്റവും മഹത്വമുള്ള വലിയല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹോദരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്ത പണി എന്താണ്? വഫാത്തായ നബി തങ്ങളെ സമീപിക്കുകയാണ്. നബി തങ്ങളെ പൊരുത്തമാണ് ലക്ഷ്യം വെക്കുന്നത്. സമീപത്ത് ചെന്നിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇത് പേരോടിന്റെ വകയിൽ പറയുന്നതല്ല, സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. നബി തങ്ങളെ സമീപത്ത് ചെന്നിട്ട് അതാ അവിടുത്തെ മുഖത്ത് നിന്ന് തൊടിയൊന്ന് നീക്കുകയാണ്. എന്നിട്ട് മുഖത്തൊരു ചുംബനം വെക്കുകയാണ്. അവിടുന്ന് പിന്നെ തല ഉയർത്തുകയാണ്. തല ഉയർത്തുമ്പോൾ കണ്ണിൽ വെള്ളം ധാരധാരയായി ഒഴുകുകയാണ്. ആ ശറഫാക്കപ്പെട്ട മുഖം ചുംബിച്ച് തല ഉയർത്തുന്ന സമയത്ത് ലോക മുസ്ലിമീങ്ങളെ നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത് എന്താണ്? നബി തങ്ങളെ വിളിക്കുകയാണ്. ബി അബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ്. ഞാനിപ്പോൾ വരുന്ന സമയത്ത് മുജാഹിദിന്റെ സീഡ് ഇങ്ങനെ കേട്ടുകൊണ്ട് വരികയാണ്. ഇൻഷാ അല്ലാഹ് 10-ാം തീയതി ഞാൻ കടവത്തൂരിൽ വെച്ച് അതിന്റെ കണക്ക് കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ സീഡിയിൽ അയാൾ ചോദിക്കുന്നു, ഈ നബിയെ വിളിക്കൽ എവിടുന്നാ വന്നത് എന്നാണ് അയാളെ ചോദ്യം. ഓ മനുഷ്യ, എവിടുന്നാ വന്നത് എന്നറിയോ? ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ കണ്ടോ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ നബിയെ വിളിച്ചുകൊണ്ട് പറയാണ്, ബി അബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ്. എന്റെ ബാപ്പയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ, എന്റെ ഉമ്മയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് ബാപ്പനെയും ഉമ്മനെയും സമർപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മരിച്ചവർക്ക് വല്ലതും സമർപ്പിച്ചാൽ ശിർക്കാണ് പോൽ, കുഫ്റാണ് പോൽ. ഈ സമുദായത്തിലെ ഒന്നാമത്തെ മുശ്രിക്ക് സിദ്ദീഖുൽ അക്ബറാണോ? സഹോദരാ, ബാപ്പനെയും ഉമ്മനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇന്നല്ലാഹ ലാ യജ്മഉ അലൈക മൗതതൈനി. ഓ നബിയെ, തങ്ങൾക്ക് രണ്ട് മൗത്ത് അല്ലാഹു സംഘടിപ്പിക്കൂല. അമ്മൽ മൗതത്തുല്ലതി കുതിബത് അലൈക ഫഖദ മുസ്തഹാ. തങ്ങൾക്കല്ല കണക്കാക്കിയ മൗത്ത് തങ്ങൾ മൗത്തായി കഴിഞ്ഞു നബിയേ. സാധാരണ ജീവിതകാലത്ത് എങ്ങനെയാണോ സംസാരിക്കാറുള്ളത് അതുപോലെ വഫാത്തിന്റെ ശേഷവും വിളിക്കുന്നു. സാധാരണ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നു, ഒരു മാറ്റവുമില്ല. എന്നാൽ ഈ ഹദീസിന്റെ വിവരണം, ഇതിന്റെ വിവരണത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അതിന്റെ പുറമെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഒരു വാചകം, അതെന്താണ്? ഉദ്കുർനാ ഇൻദ റബ്ബിക വൽനകുൻ ബിബാലിക. നബിയേ, ഞങ്ങളെ കാര്യം തങ്ങൾ അല്ലാഹുവിനോട് പറയണം നബിയേ. ഉദ്കുർനാ ഇൻദ റബ്ബിക, തങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങൾ പറയണേ നബിയേ. വൽനകുൻ ബിബാലിക, തങ്ങളെ മനസ്സിലുണ്ടാകണേ നബിയേ.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്, പറയുകയാണ്, അപേക്ഷിക്കുകയാണ്. അങ്ങനെ ആ ദിവസം മുതലേ സ്വഹാബത്ത് മുതലേ ലോകം മുഴുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയോ നബി തങ്ങളെ സിയാറത്ത് ചെയ്യുകയോ നബി തങ്ങളോട് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുമ്പോ അതിനാൽ ഹജ്ജിന് വരുന്നവരൊക്കെ മുശ്രിക്കീങ്ങളാണെന്ന് പറയാൻ മാത്രം ഒരു സമൂഹം മതപ്പതിച്ചു പോയാൽ, ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ഇവിടെ ഈമാൻ നിലനിർത്താൻ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഈ ശക്തികളിൽ നിന്ന് ഇസ്ലാമിന്റെ ഐക്യം തകരാതെ സൂക്ഷിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതില്ലേ? ചെറിയ ശാഖാപരമായ വിഷയങ്ങൾ ഊതി വീർപ്പിച്ചുകൊണ്ടോ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടോ സുന്നികൾ പരസ്പരം തമ്മിലടിക്കാതെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തുന്ന കക്ഷികൾക്കെതിരെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. എല്ലാ വീടുകളിലും സുന്നത്ത് ജമാഅത്തിന്റെ പത്രങ്ങളെത്തോളം, സുന്നത്ത് ജമാഅത്തിന്റെ മാസികകളെത്തോളം, സുന്നത്ത് ജമാഅത്തിന്റെ ദൈവാരികയെത്തോളം, സുന്നി വോയിസ് എത്തോളം, ദിശാലയെത്തോളം, സിറാജ് ദിനപത്രമെത്തോളം നമ്മുടെ സ്ഥാപനങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉയർന്ന് വളർന്നു വരണം. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ വളരണം. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവർ പ്രസംഗിച്ച സീഡികളും കേസറ്റുകളും ഒക്കെ വീട് വീടാന്തരം വിതരണം ചെയ്യാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ ചെറുപ്പക്കാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ദീന് തകർക്കുന്നത് കാണുമ്പോ, വിശ്വാസം തകർക്കുന്നത് കാണുമ്പോ, ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നത് കാണുമ്പോ അത് കണ്ടില്ലെന്ന് നടിച്ചുകൂടെ ചെറുപ്പക്കാരാ, അതറിഞ്ഞില്ലെന്ന് നടിച്ചുകൂടെ ചെറുപ്പക്കാരാ. ആരും സഹായിക്കാനില്ലാത്തൊരു ദിവസമില്ലേ? അന്ന് സഹായിക്കാനുള്ള ഒരു നേതാവല്ലേ? യാ കിറബൽ ഖൽഖി ലിമൻ അലൂബി സിവാക ഇൻദഹുലു الحديث اللبيب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ലോക പ്രശസ്തനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ബുർദ എന്ന പദ്യം രചിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള എത്ര വലിയ മഹാപണ്ഡിതന്മാരാണ് ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ബുർദക്ക് വ്യാഖ്യാനം എഴുതിയത് സഹോദരന്മാരെ. ആ ബുർദ ബൈത്ത് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ രചിച്ചപ്പോ മഹാനായ ശൈഖുനാ ഉസ്താദ് അവർകൾ അതിൽ നിന്ന് നേരത്തെ നിങ്ങൾക്ക് ചൊല്ലിക്കേൽപ്പിച്ചില്ലേ? واحكم بما شئت مدحا فيه واحتكم. ഇതെവിടെയാണ് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞത്? അതിന്റെ നേരെ മുന്നേയുണ്ടൊരു പദ്യം. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീമാ ഹസീനിഹി فجوهر الحسن غير منقسم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മുനസ്സഹുൻ അൻ ശരീക്. ഈജിപ്തിൽ അലക്സാണ്ട്രിയയിൽ പോയാൽ അൽഹംദുലില്ലാഹ് ഉസ്താദ് അവരുടെ ബർക്കത്ത് കൊണ്ട് ഞാൻ എവിടെ പോയിട്ടുണ്ട്. അലക്സാണ്ട്രിയയിൽ ചെന്നാൽ ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ പടുകൂറ്റൻ ജാറമുള്ള മഖ്ബറ കാണാം. അതിന്റെ തൊട്ടടുത്ത് തന്നെ സദാ ധാരാളം ഔലിയാക്കളുടെയും സ്വഹാബത്തിന്റെയും പല മഹാന്മാരുടെയും വലിയ വലിയ മഖ്ബറകൾ കാണാം. തൊട്ടടുത്ത് തന്നെ മഖ്ബറകളോടനുബന്ധിച്ച് പള്ളികളും കാണാം.
ആ മഖ്ബറയിൽ ഇരുന്ന് ബൂസരി തങ്ങളുടെ ബുർദ ആദ്യം മുതൽ അവസാനം വരെ റബീഉൽ അവ്വൽ 12 രാവിലെ അതെ അന്നത്തെ വൈകുന്നേരം ചൊല്ലാൻ അല്ലാഹു അവസരം തന്നു. ഞാൻ പറയട്ടെ, ആ ബുർദയിൽ ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞത് കണ്ടോ നിങ്ങൾ? മുനസ്സഹുൻ അൻ ശരീഇ ഫീ മഹസിനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ നന്മകളിൽ തുല്യനില്ല. അതുല്യനായ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇമാം ബൂസരി തങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു. ഇമാം ബൂസരി, നിങ്ങൾ എന്റെ മദ്ഹ് പാടിയല്ലോ, അതൊന്ന് ഞാൻ കേൾക്കട്ടെ, നിങ്ങളൊന്ന് ചൊല്ലൂ. അമീൻ തേരെ കൂരിജേ റാനിം ബീനി സലബി മദജ് തദം അൻജറാ ബിമുഖലത്തിൻ ബിദം. അവിടുന്ന് ഇങ്ങനെ ചൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയാണ്, സന്തോഷം കൊണ്ട് പുഞ്ചിരി തൂകുകയാണ്. അങ്ങനെ ചൊല്ലിയിട്ടങ്ങ് വന്നു. ഫമബ്ലഗുൽ ഇൽമി ഫീ അന്നഹു ബസറു. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിച്ചിറങ്ങിയാൽ അവസാനം നമുക്ക് എത്താൻ കഴിയുന്നത് അന്നഹു ബസറു, അവിടുത്തെ ഒരു മഹാനായ മനുഷ്യനാണ്. മലക്കല്ല, ജിന്നല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, മനുഷ്യനാണ്. അതെല്ലാവരെയും വിശ്വാസമാണ്, മനുഷ്യനാണ്. പക്ഷേ മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോ പിന്നെ അടുത്ത വരി ചൊല്ലാൻ, അടുത്ത ഭാഗം ചൊല്ലാൻ ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് കിട്ടുന്നില്ല. അതേ വീണ്ടും ഒന്ന് ചൊല്ലി നോക്കി. ഫമബ്ലഗുൽ ഇൽമി ഫീ അന്നഹു ബസറു. ബാക്കി കിട്ടുന്നില്ല. വീണ്ടും ചൊല്ലി നോക്കി, ബാക്കി കിട്ടുന്നില്ല. അപ്പോഴാണ് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു അരവരി. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അവിടെ യോജിക്കുന്ന ഒരു അരവരി. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. സുബ്ഹാനല്ലാഹ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. പക്ഷേ അല്ലാഹുവിന്റെ സൃഷ്ടികളായ കഅബ ശരീഫില്ലയോ, മലക്കുകളില്ലയോ, അല്ലാഹു സൃഷ്ടിച്ച പലതും പലതുമില്ലയോ, അതേ ബൈത്തുൽ മഅമൂറില്ലയോ, അല്ലാഹുവിന്റെ ഭവനങ്ങളില്ലയോ, മക്കാ ശരീഫില്ലയോ, മസ്ജിദുൽ ഹറാമില്ലയോ, എന്തെല്ലാം എന്തെല്ലാം അല്ലാഹു പടച്ച സാധനങ്ങൾ, വലിയ വലിയ ബഹുമാനമുള്ള വസ്തുക്കളും വ്യക്തികളുമുണ്ട്. എന്നാൽ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അല്ലാഹുവിന്റെ സർവ്വ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ഖൈറായവർ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാചകം കേട്ടോ ചെറുപ്പക്കാരാ? റസൂലുള്ളാഹിനെ പ്രിയം വെച്ചവന് സന്തോഷത്തിന് അവകാശമില്ലേ? അവന് രക്ഷയ്ക്ക് കാരണമില്ലേ? അവിടുന്ന് പറയുന്നത് അന ഫറതുകും മിൻദൽ ഹൗലി. ഹൗദുൽ കൗസറിന്റെ അടുക്കൽ എന്റെ പ്രിയം വെച്ച എന്റെ ഉമ്മത്തുകൾ വരുമ്പോ ഞാൻ അവിടെ നേരത്തെ തന്നെ പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും. എന്റെ ഉമ്മത്തുകൾ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി. അല ഫറതുകും മിൻദൽ ഹൗലി. ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഞാൻ നേരത്തെ തന്നെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും ജനങ്ങളെ. എന്റെ ഉമ്മത്ത് വരുമ്പോ എനിക്ക് പ്രത്യേകം മനസ്സിലാകും. കാരണം എന്താണ്? അവർക്ക് വുളൂ ചെയ്ത കാരണം കൊണ്ട് കൈക്കും കാലിനും ഒക്കെ പ്രകാശമാണ്. അങ്ങനെ ഇന്നക്കും തുദഊന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ. ആ
പ്രകാശത്തോടുകൂടെ എന്റെ ഉമ്മത്ത് വരുന്നു. ഞാൻ എവിടെയെങ്കിലും കാത്തു നിൽക്കുന്നു. ചോദിക്കട്ടെ സഹോദര, എന്താണ് റഹ്മത്തുൽ ലിൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് സാധുക്കളായ നമ്മൾ ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മയും കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അന ഫറത്തുക്കും മിനൽ ഹൗലി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ ജനങ്ങളെ, അന സയ്യിദുൽ ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. ആർക്കാണ് നേതാവെന്ന് പറയുന്നത്? ഒരു പ്രശ്നം വരുന്ന സമയത്ത് സമീപിക്കുന്നവർക്കല്ലേ നേതാവെന്ന് പറയുക. അനുയായികൾക്കൊരു പ്രശ്നം വരുന്നു, നേതാവിനെയല്ലേ സമീപിക്കുക, നേതാവിനോടല്ലേ പറയുക. ആദം സന്തതികൾക്ക് മുഴുവൻ ഞാൻ നേതാവാണെന്ന് പറഞ്ഞാൽ നിന്റെ വ്യാഖ്യാനം ഇമാം നവവി റളിയല്ലാഹു അൻഹു സഹീഹ് മുസ്ലിമിൽ പറഞ്ഞില്ലേ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവാണ്. നേതാവെന്ന് പറഞ്ഞ ആ പ്രശ്നം വരുന്ന സമയത്ത് സമീപിക്കുന്ന ആളാണ്. അന സയ്യിദുൽ ആദം, ഞാൻ ആദം സന്തതികളെ നേതാവാണ്. ഇത് പറഞ്ഞ ഉടനെ അവിടുന്ന് പറയുന്നു, അന സയ്യിദുൽ ആദം, ആദം വമൻ ദൂനഹു തഹ്ത ലിവാഇ. ആദം അലൈഹിസ്സലാം അതിനുശേഷമുള്ള എല്ലാ ആളുകളും എന്റെ കൊടിക്കീഴിലാണ്. വല ഫഖ്റ, ഇതിനേക്കാൾ വലിയൊരു പവർ ലോകത്താർക്കും അല്ല കൊടുത്തിട്ടില്ല. ഞാൻ അഭിമാനം പറയുകയല്ല. വല ഫഖ്റ, ഇതിനേക്കാൾ വലിയൊരു പവർ വേറെ ആർക്കും അല്ല കൊടുത്തിട്ടില്ല. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അന അവ്വലു ശാഫിഈൻ, ഞാൻ ആദ്യമായി റെക്കമെൻഡ് ചെയ്യുന്ന നേതാവാണ്. റെക്കമെൻഡ് ചെയ്യുന്ന ധാരാളം മഹാന്മാരുണ്ട്. പക്ഷേ അത് ഞാൻ തുടങ്ങിയിട്ടല്ലാതെ മറ്റാർക്കും തുടങ്ങാൻ അധികാരമില്ല. അന അവ്വലു ശാഫിഈൻ, ഞാൻ ഒന്നാമതായി റെക്കമെൻഡ് ചെയ്യുന്ന നേതാവാണ്. അവ്വലു മുശഫഈൻ, ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ഒന്നാമത്തെ നേതാവാണ്. ഫലാ ഫഖ്റ, ഞാൻ അഭിമാനം പറയുകയല്ല. അതിനേക്കാൾ വലിയൊരു പവർ വേറെ കിട്ടാനില്ല. أنا أول شافين وأول مشفع أنا أول من يحرك حلق الجنة. ഓ സഹോദരാ, നിസ്കരിക്കുന്നുണ്ടോ നീ? നോമ്പെടുക്കുന്നുണ്ടോ നീ? സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ നീ? നിനക്ക് സ്വർഗത്തിൽ കടക്കാനാണോ? പക്ഷേ ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ അതിന്റെ താക്കോല് നൽകപ്പെടുന്ന വ്യക്തി അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന. സ്വർഗത്തിന്റെ വട്ടക്കണ്ടി പിടിച്ചു കുലുക്കി ആദ്യമായി അത് തുറന്നു കൊടുക്കുന്ന നേതാവ് ഞാനാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.